ശ്രീ ശ്രീകുമാർ മനയിൽ, താങ്കളൊരു കോൺഗ്രസ് അനുഭാവിയാണ്, ദീർഘകാലമായി ആ പാർട്ടിയെ സ്നേഹിക്കുന്ന ഒരാളാണ്. താങ്കൾക്ക് ദഹിക്കാൻ പറ്റുന്നൊരു സംഭവമാണോ, അംഗീകരിക്കാൻ പറ്റുന്നൊരു സംഭവമാണോ അവിടെ നടന്നത്? കാരണം ഒരു KPCC അധ്യക്ഷൻ അതിപ്പോൾ ഏത് സാഹചര്യത്തിലാണെങ്കിൽ പോലും മൈക്ക് മുന്നിലുണ്ട് എന്ന് അറിയാതെ പറഞ്ഞതാണ് എങ്കിൽ പോലും പ്രയോഗിക്കേണ്ട ഒരു വാക്കല്ല അത്. പ്രതിപക്ഷ നേതാവിനെ അപമാനിക്കലായി എന്ന് അദ്ദേഹത്തിന് തോന്നുന്നത് സ്വാഭാവികമാണ്. കാരണം ഇത്രയധികം ആളുകൾ കൂടി നിൽക്കുമ്പോൾ തൊട്ടടുത്ത് നേതാക്കളുള്ളപ്പോഴാണ് സുധാകരൻ്റെ ഈ പരാമർശം. എങ്ങനെയാണ് അതിനെ ന്യായീകരിക്കാനാവുക? എന്തൊക്കെ പറഞ്ഞാലും രഞ്ജിത്ത്, എനിക്ക് മുന്നേ സംസാരിച്ച അരുൺകുമാറിനോട് എനിക്ക് ഒരുപക്ഷെ ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും യോജിക്കേണ്ടി വരുന്നൊരു അവസ്ഥ വന്നിരിക്കുന്നത്. അരുൺകുമാർ പറഞ്ഞാണ് സത്യത്തിൽ യഥാർത്ഥ വസ്തുത. കാരണം ഒരു തിരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുൻപിൽ ഒരു എഡ്ജിലെത്തി നിൽക്കുമ്പോൾ ഇത്തരത്തിൽ KPCC അധ്യക്ഷനിൽ നിന്നും CLP ലീഡറെക്കുറിച്ച്, കോൺഗ്രസ് ലെജിസ്ലേറ്റീവ് പാർട്ടി ലീഡറെക്കുറിച്ച് ഇത്തരത്തിലൊരു പരാമർശം പൊതു മാധ്യമങ്ങൾക്ക് മുന്നിലും പൊതുജനങ്ങൾക്ക് മുന്നിലും വെച്ചുണ്ടാകുന്നത് ഒട്ടും ആശാസ്യമായ നടപടിയല്ല. കാരണം VD സതീശനും K സുധാകരനും യഥാർത്ഥത്തിൽ കേരളത്തിലെ കോൺഗ്രസിനെ നയിക്കാൻ ഹൈക്കമാൻഡ് നിയോഗിച്ച രണ്ട് വ്യക്തികളാണ്. CLP ലീഡറും KPCC അധ്യക്ഷനും. എന്നാൽ ഇവർ രണ്ടുപേരും തീരുമാനിച്ച് ഹൈക്കമാൻഡിനെ ബോധ്യപ്പെടുത്തുന്ന കാര്യങ്ങളാണ് കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളമുള്ള കാര്യങ്ങൾ. അതാണ് ഹൈക്കമാൻഡ് കണക്കിലെടുക്കുന്നതും പരിഗണിക്കുന്നതും. അപ്പോൾ ഇവർ തമ്മിലുള്ള ആ ഇഴപ്പൊരുത്തമില്ലായ്മ, ഇവർ തമ്മിലുള്ള മാനസികമായ അടുപ്പമില്ലായ്മ, ഐക്യമില്ലായ്മ, പലപ്പോഴും ഒരു CLP ലീഡർ, കാരണം കോൺഗ്രസ് CLP ലീഡർ എന്നൊക്കെ പറഞ്ഞാൽ വളരെ ഉന്നതമായ പദവിയാണ്. ഒരു CLP ലീഡറെ അതേ ഇരിക്കുന്ന KPCC അധ്യക്ഷൻ ഒരു അസഭ്യ വാക്ക് ഉപയോഗിച്ച് വിശേഷിപ്പിക്കുക, അതും പൊതുജനങ്ങളുടെ മുദ്രത്തിൽ മാധ്യമങ്ങളുടെ മുന്നിൽ എന്ന് പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ പരിതാപകരമായ അവസ്ഥയാണ് അത് കാണിക്കുന്നത്. കാരണം നേരത്തെ മിസ്റ്റർ അരുൺകുമാർ പറഞ്ഞ പോലെ ഒരു തിരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുന്നിലെത്തി പകച്ചു നിൽക്കുകയാണ് ഇപ്പോഴും കോൺഗ്രസ്. പിണറായി വിജയന് വളരെ പ്രധാനപ്പെട്ട ഒരു റാലി, അത് തെരഞ്ഞെടുപ്പ് രംഗത്ത് കോൺഗ്രസിന് വലിയ മുതൽക്കൂട്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ഒന്നാണ്. രണ്ട് അധ്യക്ഷന്മാർ, രണ്ട് ക്യാപ്റ്റന്മാർ എന്തിനത് ചോദ്യമാണ്. അതും ഒരു ഹൈക്കമാൻഡിന്റെ ഭാഗത്ത് നിന്ന് രണ്ടുപേരെ ഒന്ന് ശരിയാക്കിയെടുക്കാൻ അല്ലെങ്കിൽ ഒന്ന് ഒരുമിപ്പിച്ച് കൊണ്ടുപോകാനുള്ള ശ്രമമായിരിക്കും. രണ്ടുപേരിൽ ആർക്കാണ് പ്രാധാന്യം എന്നുള്ള തർക്കം പരിഹരിക്കാനുള്ള ശ്രമമായിരിക്കും. ആ ഘട്ടത്തിലാണ് അത് ആലപ്പുഴയിലെത്തുമ്പോൾ ഈ ഒരു രീതിയിലേക്ക് മാറുന്നത്. അപ്പോൾ എന്താണോ ഹൈക്കമാൻഡ് ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ നേതൃത്വം ഉദ്ദേശിച്ചത് അത് പൂർണ്ണമായും തകരുകയാണ്. അല്ല രഞ്ജിത്ത്, അത് നിങ്ങൾ പറഞ്ഞ് ശരിയല്ല. രഞ്ജിത്ത്, അത് പറഞ്ഞ് ശരിയല്ല. എപ്പോഴും രണ്ട് ക്യാപ്റ്റന്മാർ തന്നെയാണ് കോൺഗ്രസിനെ സംബന്ധിച്ചോളം എല്ലാ സ്റ്റേറ്റിലും ഉണ്ടാവുക. CLP ലീഡറും KPCC അധ്യക്ഷനുമാണ്, അല്ലെങ്കിൽ PCC അധ്യക്ഷനുമാണ്. ആയിരുന്നപ്പോഴും അല്ല, ജാഥയിൽ രണ്ട് ക്യാപ്റ്റന്മാരെ അവർക്ക് തീരുമാനം, അതൊന്നൊരു തികച്ചും സാങ്കേതികമായ ഒരു കാര്യമാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ ജാഥയിലായാലും അല്ലാതിരുന്നും ഇലക്ഷനിലും ഒക്കെ ഒരു മൾട്ടിപ്പിൾ ക്യാപ്റ്റൻ സമ്പ്രദായം ഇതിനകത്തുണ്ട്. അപ്പോൾ അതൊരു കോൺഗ്രസിന് ഹൈക്കമാൻഡിന്റെ ഒരു രീതിയാണ്, അത് അല്ലെങ്കിൽ കോൺഗ്രസിന്റെ രീതി. അതല്ല ഇവിടെ പ്രശ്നം. ഈ രണ്ട് ക്യാപ്റ്റന്മാരും തമ്മിലുള്ള ഇഴയെടുപ്പമില്ലായ്മ. കാരണം കരുണാകരനും ആന്റണിയും തമ്മിലും രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും തമ്മിലും രാഷ്ട്രീയമായി വളരെ വ്യത്യസ്ത തലങ്ങളിൽ നിൽക്കുമ്പോഴും അവർക്ക് ഒരുമിച്ച് നിന്നുകൊണ്ട് തങ്ങളുടെ കീഴിലുള്ളവരെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമായിരുന്നു. അതിൽ അവർ വിജയിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് വെച്ചാൽ, നേരത്തെ അരുൺകുമാർ, ഞാനിപ്പോഴും അരുൺകുമാറോട് യോജിക്കേണ്ടി വരുന്നുണ്ട്. കാരണം താഴെത്തട്ടിലുള്ളവർക്ക് വളരെ നിരാശ സമ്മാനിക്കുന്ന ഒരു നടപടിയായി പോയി ഇന്ന് K സുധാകരൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. അത് തീർച്ചയായിട്ടും അദ്ദേഹം അത്തരം ഒരു പബ്ലിക് ഡൊമൈനിൽ വെച്ചിട്ട് ഇത്തരം വാക്കുകൾ ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണമായിരുന്നു. അത് VD സതീശനെതിരെ മാത്രമല്ല, ഒരിക്കൽ പോലും സതീശനെതിരെ പറഞ്ഞു എന്നുള്ളതാണല്ലോ ഇവിടെ നമ്മുടെ ഒരു ഡിബേറ്റിൻ്റെ അത്. ശരിക്കും സതീശനെതിരെ എന്നല്ല, ഒരു നേതാവിനെതിരെയും ഒരു നേതാവും പബ്ലിക് ഡൊമൈനിൽ വെച്ച് ഉപയോഗിക്കാൻ പറ്റാത്തൊരു വാക്കാണ് KPCC അധ്യക്ഷൻ CLP ലീഡർക്കെതിരെ ഉപയോഗിച്ചത്. അതൊരിക്കലും അദ്ദേഹം ഒരു അവധാനതയില്ലാത്തൊരു പ്രയോഗമായി പോയി. അത് ഈ അരുൺകുമാർ പറഞ്ഞ താഴേക്കിടയിലേക്ക് നിരാശ മാത്രമേ ഇതെല്ലാം പകർന്നു നൽകുള്ളൂ എന്നുള്ള കാര്യം ഇവരാരും